ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഉപ്പ് എന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ മകളായ ശ്രീലക്ഷ്മിയാണ്. എന്താ സംഭവിച്ചെന്ന്? ഓടും രാജ ആടും റാണി എന്ന് പറയുന്ന പടം. ഓക്കെ, ഈ പടം 8 നിലയെ പൊട്ടിപ്പോയ ഒരു പടമാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ടിനി ടോം ആണ് നായകൻ എന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി മാറി എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അതിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പ്രിയാമണി തരുന്നുണ്ട്. നേരത്തെ ഒരു വീഡിയോ ആണ്, നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് കാണുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. ഇവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ബാക്കി ഞാൻ ഇവന്റെ ആ ക്യാരക്ടറിനെ വെച്ചും സിനിമയും വെച്ചും കമ്പയർ ചെയ്ത് സംസാരിക്കാവുന്ന കാര്യമൊന്നും ചെയ്യരുത്. കാരണം വെച്ചാൽ ഇവന്റെയൊക്കെ അഹങ്കാരം. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, അവരവരുടെ നിലനിൽപ്പാണ് നോക്കുന്നത്. പ്രിയാമണി ചിലപ്പം പടം അഭിനയിച്ചു കഴിഞ്ഞ് 8 നില പൊട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയോട് കിട്ടുന്നുള്ള പടം പോലും ചിലപ്പം വിട്ടുപോയേക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു ഇന്റർവ്യൂവിൽ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ടിനി ടോമിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിയുടെ സ്വഭാവം എന്താണ്, പുള്ളിയുടെ രീതി എന്താണ്, പോയിസും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും. ഇപ്പോഴെങ്കിലും ആൾക്കാർ സത്യാവസ്ഥ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അന്നത്തെ ഇന്റർവ്യൂ ആണ് ഇപ്പം കിടന്ന് ഓടുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഞാൻ ഇതൊരാഴ്ച മുമ്പ് കണ്ടൊരു സംഭവമാണ്, ചെയ്യാനും വരുന്നതാണ്. പിന്നെ അത് വേണ്ടാന്ന് കരുതി ഇപ്പം ഞാനത് ചെയ്യാം എന്ന് കരുതി അങ്ങ് ഇരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊന്ന് കാണാം, നിങ്ങൾ തന്നെ പറ ഇവൻ ഇച്ചിരി അഹങ്കാരമോ ഉണ്ടോ ഇല്ലേന്ന്. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ജസ്റ്റിസ് ഫോർ അൻസിബ എന്നുള്ളൊരു കമൻറ്റ് ഇട്ടേക്കുക. കാരണം അതിന് നീതി കിട്ടണം. ഇവൻ അതുപോലെ ദ്രോഹിക്കുന്നുണ്ട്, നല്ല രീതി ഇവൻ ദ്രോഹിക്കുന്നുണ്ട്. ആലുവ പോലീസ് പിന്നെ ഈ പറയുന്ന കൊയിലാണ്ടി പോലീസ് എല്ലാം അണ്ണൻ്റെ അണ്ടറിലാണെന്നുള്ളൊരു വിചാരമുണ്ട്. ഓക്കെ, നമുക്കതൊരു വിഷയമല്ല. അണ്ണൻ അണ്ടർ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ, നമുക്കതൊരു മാറ്ററേ അല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ അടിക്കുക, ചാനൽ ഒന്ന് സബും കൂടെ ചെയ്യുക. ഓക്കെ, എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കണ്ട, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, ഡയറക്ടർ എന്ന് പറയുന്നത് ബിജു വർമ്മയാണ്. മൺഗോലങ്ങൾ എന്ന ചിത്രത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഫിലിമിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പൊ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് റിമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. അതിന്റെ സബ്ജക്ട് പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടി അവർ ബാംഗ്ലൂർ എത്തുകയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എനിക്ക് ആരോടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് പ്രിയാമണി പറയുകയും 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജ് ആണ് ഇതിന്റെ ഡയറക്ടറിന്റെ ഫോണിലേക്ക് വന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്, ബിജു വർമ്മയുടെ ഫോണിലുണ്ട്. അതിങ്ങനെ ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. അപ്പോൾ സത്യത്തിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത്? ഇതിനു മുൻപ് സുരാജിന്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ ഇതേ അനുഭവം ഉണ്ടായെന്ന് സുരാജ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ശങ്കർ രാമകൃഷ്ണൻ വന്ന് സ്ക്രിപ്റ്റ് പറയുകയും ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രിയാമണിയുടെ മാനദണ്ഡം? അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ സ്റ്റാർ വാല്യൂ ആണോ, അല്ലെങ്കിൽ അതിന്റെ റിമ്യൂണറേഷൻ ആണോ, സബ്ജക്റ്റ് ആണോ? കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം മാസ് ഡയലോഗൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തായാലും പ്രിയാമണി പറയാനുള്ളതൊക്കെ ഒന്ന് കേട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന നടന്മാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് ഇതിനേക്കാളും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ മൂവിയും സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു. കാരണം ഓരോ മൂവി സെലക്ട് ചെയ്യും, വെറൈറ്റി നോക്കി പോകും, 8 നില പൊട്ടിപ്പോകും. 5ഉം 10ഉം പടമൊക്കെ പൊട്ടിപ്പോകുമ്പോൾ ജനങ്ങൾ തന്നെ അവരെ വെറുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു പടം ഹിറ്റ് ആവുകയാണെങ്കിലോ അവരെ കൈയടിക്കും. സ്ക്രിപ്റ്റ്, നല്ല സ്ക്രിപ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ, പിന്നെ അത്യാവശ്യം പണി അറിയാവുന്നവന്മാർ ആണ് എങ്കിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും ഇതിൻ്റെ മൂവി എടുക്കുമ്പോൾ. അല്ലാതെ ചില ചവറുപടങ്ങളിലോട്ടൊന്നും ചില ആൾക്കാർ നോക്കാറില്ല. സ്ക്രിപ്റ്റ് സെലക്ഷൻ, കുഞ്ചാക്കോ പോകാനും നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ പടം എടുക്കുന്നത്. പണ്ട് എടുക്കുന്നതൊക്കെ ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ ചന്ദമാമയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയെങ്കിൽ അത് ചിലപ്പോൾ ഒരു വേറെ ലെവലായി പോകാനാണ്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ് കാര്യങ്ങൾ ഇറക്കുന്നത്. അപ്പം പ്രിയാമണി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മാനദണ്ഡമാണ് എനിക്കറിയില്ല. വളരെ നല്ല ചോദ്യം പ്രിയാമണി. എനിക്കൊരു ആശ്വാസം എന്നറിയാം. ഞാൻ ഇന്ന് ചോദിച്ചിട്ട് പ്രിയാമണിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചിട്ടാണ് ഞാൻ മാറിയത്. ഒത്തിരി ഇതില് പ്രാഞ്ചേറ്റന്റെ ഒത്തിരി സീൻസ് ഇല്ലായിരുന്നു കൂടെ. പക്ഷെ ഇസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ കമ്മിങ് ടു സുരാജ് അന്യാരമൂടിന്റെ ആ പടത്തിന്റെ ഇത് എനിക്ക് സത്യത്തിൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ ആസ് ഇൻ എനിക്ക് ആരും പറഞ്ഞില്ല. ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇവിടുന്ന് കേരളത്തിന് കുറെ കോൾസ് വന്നു, നിങ്ങൾ സുരാജ് അന്യാരമൂടിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, വാട്ട് ഇസ് യുവർ റോൾ ലൈക്ക്? ഐ സെഡ് എനിക്ക് സ്റ്റോറി പോലും അറിയില്ല. ഹൗ വിൽ ഐ ഈവൻ സേ യെസ് ടു എ ഫിലിം? ഐ മീൻ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇതാണ് ഹീറോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കമ്മിറ്റ് ചെയ്തില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ എനിത്തിങ് അബൌട്ട് ദ ഫിലിം. ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ട്, സുരാജ് അന്യാരമൂടി ഇങ്ങനെ ഹീറോ ആണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു.
ഓൾ ഓഫ് എ സഡൻ ഒരു 2-3 ചാനലിലൊക്കെ ഫോൺ ചെയ്തിട്ട് ഇല്ല നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി പൂജയില് നിങ്ങൾ നിങ്ങളുടെ പേരൊക്കെ അനൗൺസ് ചെയ്തു. അയച്ചാൽ എന്നെ ചോദിക്കാതെ എങ്ങനെ അനൗൺസ് ചെയ്യും? ഒബ്വിയസ്ലി എനിക്കിങ്ങനെ ഒരു ഐ ഷുഡ് ഗെറ്റ് എ ഫീൽ അബൌട്ട് ഇറ്റ്. യാ ഞാൻ ഈ ഇന്റർവ്യൂവിന് ഗുണം എന്താ അറിയോ, പ്രിയാമണിയെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഇവിടെ വന്ന് അതിനെക്കുറിച്ച് നല്ല ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള ഒരു വേദിയാണ് തരിക. എന്തൊരു സുവർണാവസരം ഒരുക്കി തരുന്ന പ്രിയാമണിക്ക്. ഒരുപാട് ഗോസിപ്പുകൾക്ക് വേണമെങ്കിൽ പരിഹാരം ഇവിടെ വെച്ച് കാണാൻ പറ്റില്ല. ഇതൊരു അദാലത്താണ് പ്രിയാമണിക്ക് വേണ്ടിയിട്ട്. ഒന്നത് കട്ട് ചെയ്യുന്നു, രണ്ടാമത് ടിനി ടോമിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ടിനി പറയുന്ന ഇത് ഐ അഗ്രി, യെസ് ഡയറക്ടർ വീട് വന്നു, സ്റ്റോറി പറഞ്ഞു, കുറെ ഇതില് ഐ സെഡ് ഇറ്റ്സ് ഒരു ഡിഫറെന്റ് സ്റ്റോറി സബ്ജക്ട്. ചില ഇതില് എനിക്ക് ഇഷ്ടമായിരുന്നു. യെസ് ലാസ്റ്റില് യെസ് ദേ ടോൾഡ് മീ ടിനിയാണ് ഹീറോ. അപ്പൊ ഇതൊക്കെ ഈ അഡ്വാൻസിന്റെ മാറ്റർ ഒക്കെ എനിക്കറിയില്ല കേട്ടോ, അത് ശരിയാണോ എനിക്കറിയില്ല, പക്ഷെ അതെനിക്കറിയില്ല. യെസ് അപ്പോ വന്നിട്ട് എനിക്കിങ്ങനെ ദേ ഷോഡ് മീ ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത്. പുള്ളിക്കാരൊക്കെ അഡ്വാൻസിന്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇനി അണ്ണൻ വല്ലതും കൈ നിട്ടതാണോന്നും പറയാൻ പറ്റത്തില്ല. അണ്ണന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഓരോ വീഡിയോസുകളും എടുത്ത് നോക്കുമ്പോൾ അണ്ണൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പറയാം ഒക്കെ പറഞ്ഞു. ഓ ടിനിയാണ് ഞാൻ പ്രാഞ്ചേറ്റിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഹി ഈസ് ദ ഹീറോ, യു നോ യു ഹാവ് ടു ബി വിത്ത് ഹിം. അപ്പോ ഐ സെഡ് ഓക്കെ. പിന്നെ ഞാൻ അമ്മയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തു, മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തു. ഐ സെഡ് ലുക്ക്, ദിസ് ഇസ് ദ ഡീൽ. പുള്ളിയാണ് ഹീറോ, പക്ഷെ ഹി ഈസ് നോട്ട്. ഇപ്പോ ഇഫ് യു കമ്പയർ ഹിം ടു മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ സർ ആണെങ്കിലും ഇപ്പൊ ഇരിക്കുന്ന സ്റ്റാർസ് കമ്പയർ ചെയ്യുമ്പോ ഹി മേ നോട്ട് ബി ഇൻ ദാറ്റ് ലെവൽ. സൂപ്പർ ലീഗിൽ ഇല്ല, ഹി മേ നോട്ട് ബി ഇൻ ദാറ്റ് ലെവൽ. അപ്പോ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ചെയ്യണം. ഡു യു വാണ്ട് മീ ടു ഡു ദ ഫിലിം ലൈക്ക് ദിസ് എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു. സോ ദേ സെഡ് എന്തിനാ, വൈ ഡു യു റിയലി വാണ്ട് ടു ഡു ഇറ്റ് എന്ന് ചോദിച്ചു. ദാറ്റ് ഇസ് വൺ. ബി, ആസ് ഐ സെഡ്, റെമ്യൂണറേഷൻ വളരെ വി നെഗോഷിയേറ്റഡ് എ ലോട്ട്. ഐ ഡോണ്ട് നോ ഇഫ് അത് എന്തായിന് എനിക്കൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ കൂടുതൽ ഞാൻ ആ ടോപ്പിക്കിൽ ഐ വിൽ നോട്ട് ഇന്റർഫിയർ. ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല. അങ്ങനത്തെ റെമ്യൂണറേഷൻ ടോപ്പിക്കിൽ ഞാൻ വരില്ല. അത് മാനേജർ അസുഖകരമായ കാര്യങ്ങളെല്ലാം മാഡം റെമ്യൂണറേഷൻ മാനേജർ ഇല്ലെങ്കിൽ ഡേറ്റ് മാനേജർ വിളിക്കും. സോ മാനേജറായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഡം ഇത് ഞങ്ങൾ ഇത്ര ഓഫർ യു സോ മച്ച് നൈസ്. ലുക്ക്, ഇതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പ്ലീസ് മാനേജറായിട്ട് സംസാരിക്കും. ബിക്കോസ് ഇത് ദിസ് ഇസ് നോട്ട് എന്റെ ഒരു ഡൊമൈൻ അല്ല. എന്റെ ഇത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ വരും, അഭിനയിക്കും, ഞാൻ തിരിച്ചു പോകും. ദാറ്റ് ഇസ് ഓൺലി മൈ ഡ്യൂട്ടി. പിന്നെ യെസ്, ഞാൻ മെസ്സേജ് അയച്ചു. Yes, I did say that I'm sorry. I don't think I'll be able to do your film. പക്ഷെ I will definitely, if not this time, maybe next time ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. If not this film, another film. അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ I did get a call from I don't know who. ഡയറക്ടറിന്റെ ഒരു അസോസിയേറ്റ് ആവാം, ഇല്ലെങ്കിൽ somebody known to the director. ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല മാഡം ഈ സ്റ്റോറി ഇത് നന്നായിട്ടുണ്ട്, നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സി with all due respect to Tini, I have worked with him. പക്ഷെ ഞാൻ സെയിം തിങ് പറഞ്ഞു, ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷെ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ബിക്കോസ് നാളെ മീഡിയ ഇതൊക്കെ ഫിലിം ഇത് കാണുമ്പോ തീർച്ചയായിട്ടും ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരു they will write a statement saying that പ്രിയാമണി വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ആക്ടറാണ്, മോഹൻലാലും മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റും ഓർ ഹൂഎവർ യു സേ ദ ടോപ്പ് ആർട്ടിസ്റ്റോട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പോ വൈ ഹസ് ഷീ റെഡ്യൂസ് ടു വർക്കിംഗ് വിത്ത് എ പേഴ്സൺ ലൈക്ക് ടിനി ഹു ഇസ് നോട്ട് ആ ലീഗില് അല്ലാത്ത ഒരു സ്റ്റാറിന് എന്തിനാ വൈ ഹസ് ഷീ ആക്ടിങ്ങിന് ഒരു പക്ഷെ ചോദിക്കാൻ ഒരു ഇതുണ്ട്. ദർ ഈസ് എ ചാൻസ്. അപ്പോ ഡു ഐ റിയലി നീഡ് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ്? അപ്പോ വേണമെങ്കിൽ ഐ കൻ തിങ്ക് അബൌട്ട് ഇറ്റ് എ ലിറ്റിൽ ലേറ്റർ. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ. അവരന്ന് ആ ഒരു തീരുമാനം എടുത്തത് വളരെ നന്നായതേ ഞാൻ പറയത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ആ പടം 8 നില പൊട്ടിപ്പോയൊരു പടമാണ്. ആ പടം അങ്ങനെ ജനങ്ങളുടെ അടുത്ത് പോലും ഈ പ്രിയാമണിയുടെ ഒരു ഇന്റർവ്യൂ വന്നുകൊണ്ടാണ് ആൾക്കാർ പോയി അത് കാണുകയും ചെയ്തത്. ആ പടം വലുതായിട്ട് ഓടിയിട്ടില്ല. ജഗതി ശ്രീകുമാറിന്റെ മകളാണ് അഭിനയിക്കുകയൊക്കെ ചെയ്തെങ്കിലും അല്ല, അവരെ ആർക്കും അങ്ങനെ അറിയത്തുമില്ല. വേറെ കാര്യങ്ങൾ ജഗതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രമേ ഉള്ളൂ.
ഈ പടം 8 നില പൊട്ടിപ്പോയതാണ്. അന്ന് അവർ ഈ ഒരു പടത്തിൽ അഭിനയിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത്യാവശ്യം അവർക്ക് സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ഈ പറയുന്ന ഒരുപാട് എന്താ പറയണ്ടേ, തമിഴ്, തെലുങ്ക് ആ ഒരു റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയാറില്ല കലാമണി വെച്ചിട്ടുള്ള കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ദിവ്യാമണി കലാമണിയും. അത് സത്യത്തില കലാമണി അതൊരു ഫണ്ണായിട്ട് പറഞ്ഞൊരു സംഭവമാണ്. അത് പിന്നെ വേറെ രീതിയിലോട്ട് പോയത്. ഞാനും അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാണ് പിന്നീടാണ് അറിയുന്നത്. ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന പോലെയാണ് സംഭവം. ഞാൻ പിന്നെ അത് പോയി തപ്പിയപ്പോഴാണ് പുള്ളി അതൊരു ഫൺ രീതിയിൽ പ്രസൻറ്റ് ചെയ്തതാണ്. അത് പിന്നെ വേറെ രീതിയിലോട്ട് അങ്ങ് ആയിപ്പോയി. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത് ഇവർ കറക്റ്റ് തീരുമാനമെടുത്തത്. ചിലപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ആ ഒരു സ്റ്റാർ വാല്യൂ ചിലപ്പോൾ ഇടിഞ്ഞു പോയായിരുന്നെങ്കിൽ ആ ഒരു ഒറ്റപ്പടം കാരണം. ഈ തട്ടത്തിപ്പറയത്ത് കണ്ടില്ലേ നിങ്ങൾ? അതിനകത്ത് നായിക ഉണ്ടല്ലോ, ആയിഷ എന്ന് പറയുന്നത്. അവർ അത്യാവശ്യം നല്ല ആ ഒരു പടത്തിലൂടെ നല്ല ക്ലിക്കായി വന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സ്റ്റഡിയും ഡൗൺ ആയിപ്പോയി. പിന്നീട് സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെയാണ് ഇനി മുതൽ കാര്യങ്ങൾ. ഇപ്പം മമ്മൂട്ടിയുടെ സെലക്ഷനൊക്കെ പക്കയായിട്ട് പോകുന്നുണ്ട്. ഈ അടുത്ത സമയം കൊണ്ട് യൂത്ത് പിള്ളേർക്ക് കൊടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് മമ്മൂട്ടി ചെയ്യുന്നത്. പണ്ടോ 2007, 2011, 12 കാലഘട്ടത്തിലൊക്കെ 8 നില പൊട്ടുന്ന പടമായിരുന്നു. സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പിന്നെയും പിടിച്ച് നിൽക്കാൻ പറ്റും, പെണ്ണുങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഫിലിം ഹിറ്റ് ആയാൽ ആ ഓഹോന്ന് എല്ലാരും പറയും, പക്ഷെ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ എനിക്കല്ലേ ബാക്ക്ലാഷ് വരുന്നത്. ചുരുക്കി പറഞ്ഞാല് ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് ആ പടം പരാജയപ്പെട്ടാലും വലിയ പ്രതിസന്ധിയില്ല. അത് ഹീറോ എന്ന് മാത്രം എല്ലാരും പറയും, ഹീറോ എന്നാരും പറയില്ല. ഒരു പക്ഷേ ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ എന്ന് മാത്രം പറയും. ഒരു ഇതിലെ ഐ ഹവ് നോട്ട് സീൻ, ഐ മേ ബി റോങ്, ഐ മേ നോട്ട് ബി റോങ്, അതെനിക്കറിയില്ല. പക്ഷെ ഒരു ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും ദേ വിൽ നോട്ട് ബ്ലെയിം, ആരും ഹീറോ ബ്ലെയിം ചെയ്യില്ല. ഹീറോ എന്ന് ബ്ലെയിം ചെയ്യും. ഓ ഈ പടം ഹിറ്റ് ചെയ്ത്, ഈ പടം ലാലിന്റെ പടം പൊട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പടം അങ്ങനെയൊക്കെയല്ലേ പറയാ. ഒരു പടം ഹിറ്റായാൽ നടനെ പോഴ്ത്താനേ ഉള്ളൂ, അതിനകത്ത് നായിക ആരും വാല്യൂ കൊടുക്കാറില്ല. പൊട്ടിപ്പോയാലും സത്യമാണ് ഇവർ പറയുന്നത് ശരിയാവും, നടി പോരാ. ഇപ്പം തന്നെ നമ്മുടെ രാം ചരണിൻ്റെ ഒരു പടം ഇറക്കിയിട്ടുണ്ട്, എന്താ പെരിയോ, അതിനകത്ത് നായികയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന പടത്തിൽ നായിക വന്നിട്ട് കയറി കുളവാക്കി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ, ലാൽ സാറെ സൈൻ ചെയ്യാൻ. ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? പറയൂ. I am asking an honest question. പറയൂ. ആ മനസ്സിലുള്ളതെല്ലാം വേദനയെല്ലാം പുറത്തേക്ക് വരട്ടെ. വേദനയല്ല, ഐ എം ജസ്റ്റ് ആസ്കിംഗ്. അവര് പറഞ്ഞത് പോയിന്റ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഭാവിയെ ചിന്തിക്കാൻ പറ്റും അല്ലേ? അവര് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം, നന്മകരം കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം 3G ആയിരിക്കത്തേ ഉള്ളൂ. ജീവിത പാഠം കൊണ്ട് പഠിച്ചതാണ്. അവർക്ക് ജീവിക്കണമെന്നുണ്ട്, അത്യാവശ്യം ഇനിയും ഫേമിലായിട്ട് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് 2015-16 ഒരു ഇന്റർവ്യൂ ആണത്. ഇൻഡസ്ട്രി ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അതായത് പ്രിയ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയും നിങ്ങൾ. ഇത് പുതുവാലി പിടിച്ച പോലെയാണ്. ഞാൻ പ്രിയോട് പറയട്ടെ സത്യസന്ധമായിട്ട്, ഇത് ഞാനിപ്പോ ടിനി പ്രിയയുടെ സുഹൃത്ത് പോലെ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. മലയാള സിനിമയിൽ നല്ല അഭിനയ ചാതുര്യമുള്ള ആളാണ്. കൈരളിയിലല്ലേ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ടിനിയെ കൊണ്ട് ഇരുത്തി അങ്ങ് മാസടിപ്പിക്കാൻ നോക്കിയതാ. ഇതിപ്പോ ടിനിക്ക് 8ന്റെ പണി കിട്ടിയ അവസ്ഥയായിപ്പോയല്ലോ. ഈശ്വര, സംഭവം കൊള്ളാം എന്തായാലും. പക്ഷെ പ്രിയ മലയാള സിനിമയിൽ മാത്രമല്ല നിൽക്കുന്നത്, തെലുങ്ക് സിനിമയിൽ നിൽക്കുന്നുണ്ട്, ബോളിവുഡ് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു റോള് എടുക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കാറുണ്ട്, പല ഇൻഗ്രീഡിയൻസ്. പ്രിയയുടെ പാരാമീറ്റേഴ്സ് ഒരുപക്ഷെ ഇവിടെയുള്ള നടന്റെയോ നടിയുടെയോ പാരാമീറ്റേഴ്സ് അല്ല, ആകണമെന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പ്രിയ മലയാളത്തിൽ മാത്രമായിരുന്നു എങ്കിൽ പ്രിയ വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടർ റോളുകളിലേക്ക് വേണമെങ്കിൽ. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾ പ്രേക്ഷകർ പറ നിങ്ങളുടെ അഭിപ്രായമൊക്കെ. അന്ന് ആ പെണ്ണെടുക്കാൻ ഞാൻ നന്നായി എന്ന് ഞാൻ പറയാം. പക്ഷെ പടം പൊട്ടിപ്പോയി, 8 നില പൊട്ടി പാളീസായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അന്ന് ആ ഒരു പടം എടുത്തായിരുന്നെങ്കിലോ ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ ഒരുപാട് നല്ല പടങ്ങൾ അവർക്ക് മിസ്സായേനെ. ഇതാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ പണ്ട് ബിഗ് സ്ക്രീനിൽ കണ്ട ആൾക്കാരൊക്കെ സീരിയലിൽ അഭിനയിക്കുന്നില്ലേ, അവർക്ക് ചാൻസും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവരിപ്പോൾ സീരിയൽ വന്ന് അഭിനയിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരിക്കാനുള്ള ബുദ്ധിയുണ്ട്, പുള്ളിക്കാരി അത് ചെയ്യുകയും ചെയ്തു. ഇല്ല, അവൻ്റെ അഹങ്കാരം ഇതിനൊരു ഇതുമായി. അന്നേ അവൻ അഹങ്കാരിയാന്നുള്ളത് അല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയയോട് എന്തെങ്കിലും ഒരു ദിവസം അവസരം കിട്ടിയ ചോദിക്കാമെന്ന് കരുതി ചോദിച്ചതാണ്. ഇപ്പോൾ ഇതേ കിടക്കുന്നത് പുള്ളി അന്നേ കടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.